can you hear me? PT, can you hear? Doctor, take vitals and start oxygen. Torch. Arrange for CT. Inform Anil sir. Betadine solution. Arrange for suturing materials. ബ്ലസ്സി എവിടെ? ചുവടന്നു തുടർന്നൊരുവൾ അരികെ നിന്നെ ചേർക്കാതിന്നി കൈകളോ നീളെ അനാഥമിതാദ്യമാ. പിന്നീടുള്ള കുറേ ദിവസം ബാംഗ്ലൂർ നിർത്താതെ മഴ പെയ്തു. പണ്ട് അമ്മ അവസാനമായിട്ട് കണ്ടിട്ട് ഇറങ്ങുമ്പോഴാണ് പപ്പ ഇതുപോലെ ഞാൻ കാണുന്നത്. അന്ന് പപ്പയുടെ മനസ്സിലൂടെ എന്തൊക്കെയാ പോയെന്ന് ഇന്നെനിക്ക് മനസ്സിലാവും. It's a case of diffuse axonal injury and we can't predict the prognosis. She can be in this vegetative state for quite a long time. ഡോക്ടർ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. Philip, please take a good decision. ഡോക്ടറിനുള്ള ഉത്തരം തമ്മി പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ മഴ വരുമ്പോടി അകത്ത് കയറുന്നവരാണെന്ന്. പക്ഷെ വിതൗട്ട് എനി ഡൗട്ട് ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ മഴ നനയാൻ തീരുമാനിച്ചു. A lot of things changed in the last 3 months. അതിനുശേഷം ഞാൻ സ്കേറ്റ് ചെയ്തിട്ടില്ല. I left everything that made me happy. ഞങ്ങൾ തമ്മിലുള്ള സംസാരം കുറഞ്ഞു. വീട് മൊത്തം സൈലന്റ് ആയിപ്പോയി. We really miss her. എന്നെ സ്കൂൾ മാറ്റി. ബിക്കോസ് സ്കൂളിനെതിരെ പപ്പ കേസ് കൊടുത്തോണ്ട് എനിക്കവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ബട്ട് എനിക്ക് മനസ്സിലാവും. ഞാനും വിവേകും പിന്നെ മിണ്ടിയിട്ടില്ല. സ്കൂളിൻ്റെ മിസ്റ്റേക്കായിട്ടും വിവേകും ഈ കേസിൽ പെട്ടുപോയി. ഡെയിലി ഒരിക്കലെങ്കിലും ഞങ്ങൾ ബിറ്റിയെ കാണാൻ പോവും. പക്ഷെ ഞാൻ അവളുടെ അടുത്ത് അങ്ങനെ ഇരിക്കാറില്ല. ബിക്കോസ് എവിടെയോ ഐ ഫീൽ റെസ്പോൺസിബിൾ ഫോർ ഓൾ ഓഫ് ദിസ്. No sign of pneumonia. And the culture reports are also negative. It's a viral fever. It'll subside in a few days. Don't worry. From the neurology side, we have added few more medicines. Excuse me. Hello? She will come back strong. കാശ് എറിഞ്ഞ് കേസ് ഒതുക്കാൻ നോക്കിയിട്ട് എന്തായി? കേസ് തോക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കോംപ്രമൈസിന് വന്നിരിക്കുന്നത്. നടക്കില്ല. അവരുടെ കാശ് എനിക്ക് വേണ്ട. ഇതും പറഞ്ഞ് അവരെന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്ക്.
See, Mr. Philip, it's our mistake. We do accept it. We should have been a bit more careful. Somehow things got messed up. Now, we should be looking at what best can be done for her. Right, Basil? So the thing is, അവനല്ല ഞാനാ കേസ് കൊടുത്തത്. യു ക്യാൻ ടോക്ക് ടു മീ. Mr. Philip, we are really... സാർ എനിക്ക് മനസ്സിലാവും സാർ നിങ്ങളുടെ സിറ്റുവേഷൻ. അതുപോലെ ഞങ്ങൾക്കറിയാം ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലൊരു കേസിനുണ്ടാവുന്ന ചാർജസ് ഇത്രയും നാളായില്ലേ. ഇറ്റ് മൈറ്റ് ബി ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ യു, റൈറ്റ്? ലെറ്റ്സ് ഹാൻഡിൽ ദാറ്റ്. വാട്ട് യു സേ? കുടിക്കാൻ എന്തെങ്കിലും? നോ സർ, വി ആർ ഗുഡ്. നിങ്ങളുടെ സ്കൂൾ ഞാൻ പൂട്ടിക്കും. എന്റെ കുഞ്ഞിന് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. നമുക്ക് കോട്ടലിനോടണ. ഇതും പറഞ്ഞ് ഒരുത്തനും ഇവിടെ വരണ്ട. പറഞ്ഞേക്ക്. എന്റെ കാര്യം ഓർത്ത് നീ പോക്ക് നീട്ടി വെക്കണ്ട. എടാ അതല്ല, കുറച്ച് കഴിഞ്ഞാണെങ്കിലും പോവാലോ. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് നൗ. ബേസി, ഹലോ. ഹലോ, ഞാൻ വിളിക്കാം. ഓക്കെ. കാര്യങ്ങൾ എത്ര സ്മൂത്തായി പോകുന്നുണ്ടെന്ന് ഭാവിച്ചാലും മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ബ്രേക്കിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ആ LICയും ക്ലോസ് ചെയ്യാം. പ്രീമച്ചുറ. എന്നാലും തൽക്കാലം കാര്യം നടക്കും. ആ ബേസി, വക്കീലിന് ഫീസ് കൊടുക്കണം. നീ ഒരു 10,000 രൂപ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ സാലറി കിട്ടാൻ വൈകും. പാപ്പാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇതൊന്ന് നിർത്തുവോ? എന്തോ നിർത്താൻ? ഈ കേസിന്റെ പുറകെയുള്ള ഓട്ടം. അവര് തരുന്ന കാശും മേടിച്ച് കേസും പിൻവലിച്ച് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ നീ പറയുന്നത്? തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ഈ കേസ് ജയിക്കണം. അതെന്റെ വാശിയാ. ഒരു സമാധാനം ഉണ്ടോ പാപ്പ നമുക്ക്? അത് ഈ ഹോസ്പിറ്റലും കേസും ഒക്കെ ആവുമ്പോൾ കുറച്ച് മനസ്സമാധാനക്കേടൊക്കെ ഉണ്ടാവും. ഈ കേസും വാക്കാനായിട്ട് മടുത്തില്ല അപ്പാ. ഓ, മടുത്തോ നിനക്ക്? അത് ഈ സമ്പാദിക്കുന്നതും സേവിങ്സും ഒക്കെ ഒരു വഴിക്ക് പോകുന്നത് കാണുമ്പോഴുള്ള മടുപ്പാണെങ്കിൽ ഇത്രയും കാലം ഈ വീട് ഓടിച്ചോണ്ടിരുന്ന ഞാനൊക്കെ എന്നേ മടുക്കേണ്ടതാ. കാശിന്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. കാശിന്റെ കാര്യം തന്നെ നീ പറഞ്ഞത്. കാശില്ലേ? കാശ് ആവശ്യമില്ലാതെ പറയല്ലേ. ഒരു 10,000 രൂപ തരുന്നതിന്റെ ബലത്തിലാണ് നീ സംസാരിക്കുന്നതെങ്കിൽ ആ കാശ് എനിക്ക് വേണ്ടടാ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ കേസ് നടത്തിക്കൊള്ളാം. എന്റെ കൊച്ചിനെ ചികിത്സിച്ചോളാം. ഞാൻ അതല്ല പറഞ്ഞത്.